വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്ക് ഓണത്തിന് വേണ്ടി ഒരു കുർത്തി ചെയ്താലോ. അപ്പോൾ ഞാനിത് ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. പിന്നെ സ്ലീവ്സ് കൊടുക്കാനായിട്ട് ബ്രൊക്കേഡിൻ്റെ ഒരു 3/4 മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല റെഡ് കളറായിട്ടുള്ളൊരു ബ്രൊക്കേഡാണ് എടുത്തേക്കുന്നത്. മെഷർമെൻറ്റ് നോക്കിയാലോ 33 ചെസ്റ്റ് അളവിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഷോൾഡറിൻ്റെ പകുതി ചെസ്റ്റിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്ത് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ്. വേസ്റ്റിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്തിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. അതേപോലെ ഹിപ്പിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്ത് 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തേക്കുവാണ്. ആം ഹോൾ 14, സ്ലീവിൻ്റെ ഫുൾ ലെങ്ത്തും അതിൻ്റെ റൗണ്ടും പിന്നെ കുർത്തിയുടെ ഫുൾ ലെങ്ത്തും പിന്നെന്താ നെക്ക് 4.5, ബാക്ക് നെക്കും 4.5 തന്നെ. ഒരു വൈഡ് നെക്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു ബ്രോഡ് പോലത്തെ നെക്ക്. അപ്പോൾ ഷോൾഡർ ആദ്യം ഞാൻ ബോർഡർ വേണ്ടാന്ന് വെക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് ഷോൾഡർ 7.25, പിന്നെ അവിടുന്ന് താഴോട്ട് 5.5 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെസ്റ്റ് വണ്ണം ഉള്ളവർ 6 6.5 കൊടുക്കണേ. പിന്നെ ചെസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം തയ്യൽ തുമ്പ്. പിന്നെ മുകളിൽ നിന്ന് ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. മുകളിൽ നിന്ന് ഞാൻ വേസ്റ്റ് കൊടുക്കുന്നത് 12.5-ലാണ്. നിങ്ങൾ 13-ലോ 13.5-ലോ കൊടുക്കാം. വണ്ണം അനുസരിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ അവിടുത്തെ വണ്ണം 7.5 തയ്യൽ തുമ്പ്. ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിൽ നിന്ന് ഹിപ്പ് ഞാൻ കൊടുക്കുന്നത് 18-ലാണ്. നിങ്ങൾക്ക് 19-ലോ 20-ലോ 21-ലോ കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇച്ചിരി സ്ലിറ്റ് മുകളിലോട്ട് നിന്നാൽ മതി. അവിടുത്തെ വണ്ണം 8.25 തയ്യൽ തുമ്പ്. ഓക്കെ. എന്നിട്ട് മുകളിൽ നിന്ന് ഫുൾ ലൈൻ തയ്യൽ തുമ്പൊക്കെ ഞാനൊന്ന് ജോയിൻ ചെയ്യുവാണ്. ചോക്കാര കുഞ്ഞത് ഉപയോഗിക്കുന്നതിന് ചോദിക്കരുത്. ചോക്ക് തീരുന്നിടം വരെ ഞാൻ ഉപയോഗിക്കും കേട്ടോ. മാക്സിമം ചില സമയത്ത് നോക്കിയാൽ ചോക്ക് കാണില്ല കേട്ടോ. ഇപ്പോൾ കുഞ്ഞതെങ്കിൽ കുഞ്ഞതാണ്. അങ്ങനെ മുകളിൽ നിന്ന് ഫുൾ ലെങ്ത്ത് നമുക്ക് വേണ്ടത്, എൻ്റെ ടേബിൾ ഇച്ചിരി ചെറുതാണ് കേട്ടോ, അതുകൊണ്ടാണ്. ഫുൾ ലെങ്ത്ത് നമുക്ക് വേണ്ടത് 42-ആണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് അടിഭാഗം മടക്കി അടിക്കാനും പിന്നെ ഷോൾഡറൊക്കെ മടക്കി അടിക്കാൻ പോകും. പിന്നെ അവിടുത്തെ വീതി ഞാൻ കൊടുക്കുന്നത് 12.5-ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് അധികം വീതി വേണ്ടവർ 13-ഓ 13.5-ലോ കൊടുക്കാം കേട്ടോ. എന്നിട്ട് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ജോയിൻ ചെയ്തു. ആദ്യം ഷോൾഡർ, പിന്നെ അവിടെ നിന്ന് താഴോട്ട് 5.5 ആം ഹോളിന് വേണ്ടി കൊടുത്തു. 6.5 കൊടുക്കാം. ചെസ്റ്റ് 8.25 തയ്യൽ തുമ്പ്. പിന്നെ മുകളിൽ നിന്ന് ഇതേപോലെ വേസ്റ്റ് മാർക്ക് ചെയ്തു 12.5 കൊടുക്കുക. പിന്നെ അവിടുത്തെ വേസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം. പിന്നെ മുകളിൽ നിന്ന് ഹിപ്പ് 18-ലാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് 19 കൊടുക്കാം കേട്ടോ. എന്നിട്ട് അവിടുത്തെ വണ്ണം തയ്യൽ തുമ്പ്. ഓക്കെ. ഫുൾ ലെങ്ത്ത് അതിൻ്റെ ഉള്ളിൽ 2 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കുക. അപ്പോൾ 42-ആണെങ്കിൽ 44 ഇട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് വേസ്റ്റിൻ്റെ അവിടുത്തെ വീതി കൊടുക്കുമ്പോൾ നമ്മുടെ ഹിപ്പിൻ്റെ അവിടുന്ന് ഹിപ്പ് ഇപ്പോൾ 9 ആണെങ്കിൽ ഒരു 10-11 കൊടുക്കണം. അതിൻ്റെ 2 ഇരട്ടിയെങ്കിലും കൊടുക്കണം. ഇല്ലെങ്കിൽ തീരെ സ്ലിറ്റ് ഇല്ലാതെ വരും. ചിലർക്ക് അതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇനി ആം ഹോള് നമുക്ക് 1 ഇഞ്ച് ഇതേപോലെ ചരിച്ചുകൂടെ മാർക്ക് ചെയ്തു. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ ഈസിയാണ്. ഇതിലും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്തേക്കുന്നത്. പിന്നെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ലൈനിങ്ങും ഇതേപോലെ 4ആയി മടക്കിയിട്ട് കൊടുത്തു. ഓക്കെ. എന്നിട്ട് ലെങ്ത്ത് ഇപ്പം 42-ആണ് നമ്മുടെ മെയിൻ ലെങ്ത്തിനേക്കാളും 2 ഇഞ്ച് കുറച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 38 കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ അത്രയും എടുക്കുന്നുള്ളൂ കേട്ടോ. കറക്റ്റായിട്ട് ഇതേപോലെ മെയിൻ ക്ലോത്ത് കറക്റ്റായിട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് കൂടെ കട്ട് ചെയ്യാൻ വേണ്ടി ഇതേപോലെ തുണി 4ആയിട്ടൊന്ന് മടക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് ഇപ്പം നമ്മുടെ ഫുൾ ലെങ്ത്ത് 29-ആണ് ലെങ്ത്തെങ്കിൽ 1 ഇഞ്ച് കൂടെ കൂട്ടി 30-ലൊരു മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നോർമലി സ്ലീവ് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതേപോലെ കട്ട് ചെയ്തെടുത്ത് മാറ്റിയാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് നെക്ക് ഞാൻ ലൈനിങ്ങിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് തിരിച്ചിടുവാണ് കേട്ടോ. 4.5 വീതിയും ഇറക്കം 5 കൊടുക്കുന്നുണ്ട്. നമ്മൾ ഷോൾഡറൊക്കെ അടിച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഇതേപോലൊരു നെക്ക് കൊടുക്കുവാണേ. ഇതിനെ പതിച്ചെടുക്കുവാണേ. കറക്റ്റായിട്ട് നെക്ക് കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശമാണ് മുകളിൽ ഇരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ലൈനിങ് കറക്റ്റായിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തു. നമ്മൾ വെട്ടിട്ട് കൊടുത്തിരിക്കുന്നില്ല സെൻറ്റർ, അത് കറക്റ്റായിരിക്കണം കേട്ടോ. എന്നിട്ട് പിന്നൊക്കെ കുത്തി കൊടുത്ത് സെക്യൂർ ചെയ്ത് വെക്കാം കേട്ടോ. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ വരച്ച അതിലേ ഒരു സ്റ്റിച്ച് ഇട്ട് എടുക്കുവാണേ ആദ്യം. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റാവേ. എന്നിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് സ്റ്റിച്ച് കൊള്ളാതെ ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ലൈനിങ്ങിനെ ഇതേപോലെ ഒന്ന് നീക്കി കറക്റ്റ് ആ ലൈനിങ്ങിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററിൽ കൂടെ വേണം കേട്ടോ ഈ സ്റ്റിച്ച് പോകാനായിട്ട്. കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ക്ലോത്തിനെ ഇതേപോലെ ലൈനിങ്ങിനെ ബാക്കിലേക്ക് വെച്ച് നമ്മുടെ ആ സൈഡ് ഉണ്ടല്ലോ എഡ്ജിലൂടെ ഒരു സ്റ്റിച്ച് പതിച്ചിട്ട് കൊടുക്കുവാണ്. ഇതാവുമ്പോൾ നമ്മുടെ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷായി കിട്ടും. ഇനി ലൈനിങ്ങിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാവേ. ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ആ ലൈനിങ്ങിനെ മെയിൻ ക്ലോത്തിൻ്റെ സൈഡ് വശം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതാകുമ്പോൾ നീങ്ങി പോത്തൊന്നുമില്ല, നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. കറക്റ്റായിരിക്കണം, ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ ഒരു വ്യത്യാസം വരാൻ പാടില്ല കേട്ടോ. ഇതേപോലെ കറക്റ്റാക്കി കൊടുത്തിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഇതേ രീതിയിൽ ബാക്ക് സൈഡ് കൂടെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 4.25 ബാക്ക് സൈഡും അതേ വീതി തന്നെ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതെങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിൽ തന്നെ ബാക്ക് സൈഡിലൂടെ ചെയ്തെടുക്കുവാണേ. ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ച് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുവാണെങ്കിൽ നന്നായി ലോക്കിട്ടിട്ടാണ് കേട്ടോ ഞാൻ ജോയിൻ ചെയ്യുന്നത്. ബിഗിനേഴ്സ് ആകുമ്പോൾ ഇത് തന്നെയാണ് കേട്ടോ ഈസി മെത്തേഡ്. അല്ലാതെ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് അല്പം പാടാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ വളരെ ഈസിയാണ് കേട്ടോ. കറക്റ്റായിട്ട് ഇനി ആ ഷോൾഡറിനെ ബാക്ക് സൈഡിലെ നെക്കിലേക്ക് ഫേസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പതിച്ചൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഷോൾഡർ അവിടെ കറക്റ്റായിട്ട് ഇരുന്നോളും. എന്നിട്ട് ഞാൻ ഈ തുണിയെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് ഷോൾഡർ ഇതേപോലെ അകത്തേക്കൊന്ന് എടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ 4 ഇതേപോലെ നമ്മൾ ആദ്യം എങ്ങനെയാണോ മാർക്ക് ചെയ്തെടുത്തത് അതേപോലെ ഒന്നുകൂടെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ.
ചെസ്റ്റും വേസ്റ്റും ഹിപ്പും എല്ലാം കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, എന്നിട്ട് ഞാനതിനെ കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. ഷോൾഡർ മാത്രം താഴോട്ടുള്ള ആം ഹോളിന്, അതാകുമ്പോൾ അത് കറക്റ്റ് ലെവലാകും കേട്ടോ. ഈ മുകളിലത്തെ ഭാഗം മാത്രമാണ് കേട്ടോ. എന്നിട്ട് ഇതാ കറക്റ്റായിട്ട് ഞാൻ ആ ചെസ്റ്റും വേസ്റ്റും ഒന്ന് സ്റ്റിച്ചിട്ടെടുത്തു കേട്ടോ, ഹിപ്പ് വരെ. എന്നിട്ട് ഇതാ നമ്മുടെ സ്ലീവിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിക്കണം കേട്ടോ. ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ക്ലോത്തിനെ ഇതേപോലെ ടോപ്പിനെ തിരിച്ചിടുക. എന്നിട്ട് ഇതേപോലെ കറക്റ്റ് ഷോൾഡറിൽ വെച്ചിട്ട് കറക്കി ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, സ്ലീവ് മാർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്യുക. ആ സെൻറ്ററിനെ കറക്റ്റ് ഷോൾഡറിൻ്റെ ആ സ്റ്റിച്ച് വരുന്നിടത്ത് കൊണ്ടുവച്ചിട്ട് കറക്റ്റ് കറക്കി ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. വേണമെങ്കിൽ ഫ്രണ്ട് ആം ഹോളൊന്ന് എടുത്ത് കട്ട് ചെയ്യുക. ഒരു 1/2 ഇഞ്ച് ഫ്രണ്ട് ആം ഹോൾ രണ്ടും ഫ്രണ്ട് സൈഡിലൊന്ന് എടുത്ത് കട്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഇതിന് ചെയ്തിട്ടില്ല കേട്ടോ. ഇതേപോലെ കറക്റ്റ് നെക്ക് സ്ലീവ് കിട്ടും. എന്നിട്ട് സ്ലീവിൻ്റെ അടിഭാഗത്തെ ആ വണ്ണം കൂടെ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ 3/4 കൈയുടെ അളവ് കൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പിന് നമ്മുടെ സ്ലീവ് നിൽക്കും. ഇവിടെ നിന്ന് ചെസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തു. നമുക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പ് വേണമെങ്കിൽ, സ്റ്റിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് നിൽക്കുന്ന ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് 2 സ്ലീവും ചെയ്തെടുത്തിട്ട് ഞാൻ തുണിയെ ഇതേപോലെ 4ആയിട്ടൊന്ന് മടക്കിയിട്ടു. എന്നിട്ട് ഹിപ്പിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ചും താഴ്ഭാഗത്തുണ്ടല്ലോ നമ്മുടെ താഴെ സ്ലിറ്റിൻ്റെ അവിടെ തൊട്ട് കറക്റ്റായിട്ട് ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് 4 പീസ്, ഇപ്പം 4 ലെവലിലായിരിക്കും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റുവാണേ. അല്ലാതെ നമ്മൾ ചിലപ്പോൾ സ്ലിറ്റ് അടിച്ചെടുത്താൽ സ്ലിറ്റ് വളഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വളഞ്ഞു പോയില്ല. എന്നിട്ട് സ്ലിറ്റിൻ്റെ അവിടെ മെയിൻ ക്ലോത്തും അതുകൂടെ ജോയിൻറ്റ് പോയിട്ടോ എൻ്റെ. അപ്പോൾ അതൊന്ന് ഞാൻ ആദ്യം ജോയിൻ ചെയ്തെടുക്കുവാണ്. ഇപ്പോൾ രണ്ടാമത് കട്ട് ചെയ്തപ്പോൾ പോയി. എന്നിട്ട് ഇതേപോലെ സ്ലിറ്റ് ആദ്യം ഒന്ന് മടക്കി കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ പിന്നൊക്കെ കുത്തി കൊടുത്താൽ അത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കും കേട്ടോ. ഇതേപോലെ അകത്തേക്ക് മടക്കി കൊടുത്തു. എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 മടക്ക് മടക്കിയിട്ട് അതിൻ്റെ അകത്ത്, തുമ്പത്തല്ല അകത്ത് ഭാഗത്താണ് കേട്ടോ. എന്നിട്ട് മുകളിൽ വന്നിട്ട് ഇതേപോലെ തുണി ഒന്ന് തിരിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് താഴോട്ടും ഇതേപോലെ ഒന്നെങ്കിൽ 2ആയിട്ട് മടക്കി വെച്ച് പിന്നു കുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ അതേപോലെ ആദ്യം ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നോളൂ കേട്ടോ. 2 സൈഡും ഇതേ രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. മടക്കി കൊടുത്തു. മടക്കുമ്പോൾ ഒരേ ലെവലായിരിക്കണം കേട്ടോ. ഇപ്പം 1/2 ഇഞ്ച് വീതിയാണെങ്കിൽ 2 സൈഡിലെ 4 സ്ലിറ്റിനും ഒരേപോലെ ആയിരിക്കണം കേട്ടോ. 1/2 ഇഞ്ച് തന്നെ ആയിരിക്കണം, എന്നാലേ ഭംഗി കിട്ടുള്ളൂ കേട്ടോ. ആകെ ഇച്ചിരി പാട് കുർത്തിക്കകത്ത് ഈ സ്ലിറ്റ് ഒന്ന് വളയാതെ ചെയ്തെടുക്കാനാണ് കേട്ടോ. അതിൽ വിജയിച്ചാൽ പിന്നെ ഫുള്ളി വിജയിച്ചു. പിന്നെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്യുക. കുർത്തിയുടെ പണി ഇത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വലിയ പണിയൊന്നുമില്ല കുർത്തിക്ക്. ഫ്രണ്ടും ബാക്കും ഇതേ രീതി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ വേണമെങ്കിൽ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം സ്ലിറ്റിൻ്റെ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്ത് ശീലിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ. കറക്റ്റായിട്ടൊന്ന് തേച്ചെടുത്താൽ അതേപോലെ നിൽക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്ലുക്ക് കണ്ടാലോ. ഫ്രണ്ടിൽ ഞാൻ 2 ബട്ടൺ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഔട്ട്ലുക്ക് കണ്ടാലോ. സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഓണത്തിന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിട്ടില്ല കുർത്തി ഐഡിയ ആണ് കേട്ടോ.
അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തേക്കുന്ന മെയിൻ ക്ലോത്ത് 2 മീറ്ററും അതേപോലെ ഫുൾ സ്ലീവിന് എടുത്തേക്കുന്നത് 3/4 മീറ്ററാണ് കേട്ടോ ബ്രൊക്കേഡ് എടുത്തേക്കുന്നത്. ഞാൻ 2 വെറൈറ്റിയുടെ ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.